ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ബി.ജെ.പിയും രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതിയിട്ടും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇതുവരെയും വലിയ ചർച്ചയാക്കിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം രാജ്യത്തെ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിനെ ആർക്കും പരസ്യമായി എതിർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ നരേന്ദ്രമോദി പൊളിച്ചെഴുതിയ ഈ പുതിയ നിയമം ജൂലൈ 1 മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി അധികം താമസിയാതെ തന്നെ വിവിധ കേസുകൾ പോലീസ് എടുക്കുകയും കോടതിയിൽ വരികയും ചെയ്തു തുടങ്ങുമ്പോൾ തീർച്ചയായും ഇരവാദം പറഞ്ഞുള്ള ചർച്ചകൾ വരും കാലത്ത് ഒരുപക്ഷെ ദിവസവും നമുക്ക് അന്ത്യചർച്ചകളിൽ കാണാൻ കഴിയും. കാരണം അതിനുള്ള വലിയ സാധ്യതകൾ ഈ നിയമങ്ങളിലുണ്ട്. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു പുതിയ നിയമം രാജ്യത്തിന് വേണ്ടി വന്നതെന്നും നിലവിലുള്ള നിയമങ്ങളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണെന്നും ചുരുക്കത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഭാരതീയ ന്യായ സംഹിത എന്ന ഈ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കാരണം ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കിയാൽ സ്വാതന്ത്ര്യം നേടി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാജ്യം പിന്തുടർന്നിരുന്നത് ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്ന കാലത്ത് അവർ ഉണ്ടാക്കിയ നിയമങ്ങളായിരുന്നു എന്നത് തന്നെയാണ്. അതിൽ നിന്ന് ഒരു മോചനവും ഭാരതത്തിൻ്റെ സ്വന്തം നിയമങ്ങൾ എന്നൊരു വൈകാരിക തലവുമാണ് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത്. വിശദമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന നിയമം എന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയിരുന്നതായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ലോ കമ്മീഷൻ്റെ ചെയർപേഴ്സണായ ലോർഡ് തോമസ് ബാബിംഗ്ടൺ മെക്കാലയുടെ നേതൃത്വത്തിൽ 1834 മുതൽ 1856 വരെ സമയമെടുത്ത് ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ പീനൽ കോഡ്. ഇത് നിലവിൽ വന്നത് 1860-ലാണ്. അതേ നിയമം തന്നെയാണ് പല ഭേദഗതികളും വരുത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ 2024 ജൂൺ 30 വരെയും പിന്തുടർന്നിരുന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യവും തമാശയും. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഈ നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ പോലും അധികാരവർഗം തുടർന്നിരുന്നു എന്നത് തന്നെ നമ്മൾ ആശയപരമായി എത്രത്തോളം ഇപ്പോഴും ബ്രിട്ടീഷ് അടിമകളാണ് എന്നതിൻ്റെ ഉദാഹരണം തന്നെയായിരുന്നു. അത് മാറ്റാൻ പോലും നരേന്ദ്രമോദി വരേണ്ടി വന്നു എന്നതും നരേന്ദ്രമോദിക്ക് പോലും 10 വർഷം രാജ്യം ഭരിക്കേണ്ടി വന്നു എന്നതും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും കാലം മാറിയിരിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡിന് ഉപോത്ബലകമായി CRPC 1861-ലാണ് ബ്രിട്ടീഷുകാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് മാത്രമായി കൊണ്ടുവന്ന ക്രിമിനൽ നിയമങ്ങളായിരുന്നു അത്. 1969 ലോ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 1973 ചില ഭേദഗതികൾ വരുത്തിയിരുന്നുവെങ്കിലും അതിന് ക്രോഡീകരിച്ച ഒരു രീതി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും രാജ്യത്ത് പല കാലങ്ങളിലുണ്ടായ പല കോടതി വിധികളും ചേർത്ത് വച്ച് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ലളിതകുമാരി കേസ്, SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, നിർഭയ കേസ്, ബംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പല ചർച്ചകളിലും കേട്ടിട്ടുണ്ടാകും. അങ്ങനെ വിവിധ കാലങ്ങളിലുണ്ടായ കോടതി വിധികളിൽ പരാമർശിക്കുന്ന ഭേദഗതികളെല്ലാം കൂടി ഒരു കുടക്കീഴിലാക്കി ഏകോപിപ്പിച്ചു ഭാരതത്തിൻ്റെ സ്വന്തം നിയമം ഉണ്ടായി എന്നതാണ് ഭാരതീയ ന്യായ സംഹിതയുടെ രണ്ടാമത്തെ പ്രാധാന്യം. മൂന്നാമതായി, കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് മൂലമുണ്ടാകുന്ന കാലതാമസം ജനങ്ങളെ കോടതികളിൽ നിന്ന് അകറ്റിയിരുന്നു. രാജ്യത്തെ നിയമങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിന് ഇടിവ് തട്ടിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. വൈകിയുള്ള നീതി എന്നത് ശിക്ഷയ്ക്ക് സമാനമാണ് എന്നുള്ള പരാമർശങ്ങൾ നിലവിലുണ്ടല്ലോ. അതിന് ഒരു മോചനമായി കോടതി നടപടികൾ വേഗത്തിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പുതിയ നിയമങ്ങളിൽ കാണാൻ കഴിയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും കോടതികളെ അമിതമായി ആശ്രയിക്കുന്ന ഒരു രീതിയാണ് ഭാരതം തുടർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കോടതികൾക്ക് സമയം തികയുമായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കൂടുതൽ ജഡ്ജിമാരെ നിയമിച്ചതുകൊണ്ടോ കോടതികളുടെ എണ്ണം കൂട്ടിയതുകൊണ്ടോ അതിന് ഒരു പരിഹാരവും ലഭിച്ചിരുന്നില്ല. ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ നിയമപ്രകാരം പോലീസിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുകയും കോടതികളുടെ ഭാരം കുറയ്ക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ നിയമത്തിൻ്റെ മൂന്നാമത്തെ പ്രാധാന്യം. അതിനെ തെറ്റായും ശരിയായും വ്യാഖ്യാനിക്കുന്ന രണ്ട് പക്ഷത്തെയും നമുക്ക് വരും കാലത്ത് ദൈനംദിന ചർച്ചകളിൽ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് വിശദമായി മുന്നോട്ടുള്ള ഭാഗത്ത് നമുക്ക് സംസാരിക്കാം. പുതിയ നിയമം രാജ്യത്ത് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് കേസുകളിൽ പരമാവധി വേഗത്തിൽ നീതി എന്നൊരു ആശയമാണ്. കേസുകളിൽ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ വിധി പറഞ്ഞിരിക്കണം എന്ന് തുടങ്ങി കോടതികൾക്ക് കൃത്യമായ സമയപരിധി ഈ നിയമം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, കോടതി ജഡ്ജിമാർക്കെതിരെയും ജനപ്രതിനിധികൾക്കും പൊതുജനസേവകർക്കും എതിരെയുള്ള കേസുകളിൽ അവരെ പ്രതി ചേർത്ത് ചോദ്യം ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അനുവാദം ആവശ്യമുണ്ട്. അത് പുതിയ നിയമപ്രകാരം അപേക്ഷ നൽകി 120 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് തീരുമാനം എടുത്തിരിക്കണമെന്നും ഗവൺമെൻറ് 120 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയില്ല എങ്കിൽ അതിനെ പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള അനുവാദം നൽകിയതായി കണക്കാക്കാമെന്നുമുള്ള വിപ്ലവകരമായ മാറ്റമാണ്. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഈ പുതിയ നിയമം പൗരന്മാർക്ക് കൂടുതൽ അവകാശങ്ങളും ഒപ്പം ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് വരുത്തിയ മാറ്റങ്ങൾ കാരണം നിയമ നടപടികളിൽ കൂടുതൽ സുതാര്യതയും നൽകുന്നു എന്നതാണ്. പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്ന് അവർക്ക് വളരെ പെട്ടെന്ന് നീതി ലഭിക്കുന്നതിന് പ്രത്യേക അധ്യായം തന്നെ ഭാരതത്തിൻ്റെ ഈ പുതിയ നിയമം തുറന്നിടുന്നു. സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട
പഴയ നിയമങ്ങളിൽ നിന്ന് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം പുതിയ 20 ഒഫൻസുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 19 പ്രൊവിഷനുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. 33 കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷകളുടെ കാലാവധിയിൽ വർധനവ് വരുത്തുകയും 83 കുറ്റകൃത്യങ്ങൾക്ക് ഫൈൻ തുക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 23 കുറ്റകൃത്യങ്ങൾക്ക് നിർബന്ധമായും മിനിമം ശിക്ഷകൾ കൊടുത്തിരിക്കണം എന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നിലവിലുള്ള നിയമത്തിൽ 5 ശിക്ഷകളാണുള്ളത്: വധശിക്ഷ, ജീവപര്യന്തം, തടവ് ശിക്ഷ, സ്വത്ത് കണ്ടുകെട്ടൽ, പിഴശിക്ഷ. ഇതുകൂടാതെ 6ാമത്തെ പുതിയ ശിക്ഷയായി സാമൂഹ്യ സേവനം കൂടി ഈ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 6 ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹ്യ സേവനം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് പുതിയ നിയമം മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണമായി, എന്തെങ്കിലും കാര്യസഹായത്തിന് വേണ്ടി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമായി പുതിയ നിയമം നിർവചിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചെറിയ കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായി വിധിക്കാം. ചെറിയ മാനനഷ്ട കേസുകൾ, മദ്യപാനം കാരണം ചെയ്യുന്ന ചെറിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, 5000 രൂപയിൽ താഴെ വിലയുള്ള സാധനങ്ങൾ ആദ്യമായി ഒരാൾ മോഷ്ടിക്കുകയാണെങ്കിൽ പിടിക്കപ്പെടുമ്പോൾ ആ സാധനമോ അതിൻ്റെ വിലയോ തിരികെ കൊടുത്താൽ സാമൂഹ്യ സേവനം ചെയ്ത് കടുത്ത ശിക്ഷയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവാകാനും കഴിയും. പഴയ നിയമത്തിൽ നിന്ന് എടുത്തുകളഞ്ഞ ഒഫൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ പലരുടെയും ജീവനെടുത്ത 124A എന്ന രാജ്യദ്രോഹ കുറ്റമാണ്. മറ്റൊന്ന് ആത്മഹത്യാശ്രമത്തിനെതിരെ എടുത്തിരുന്ന സെക്ഷൻ 309 എന്നതും ഒഴിവാക്കിയെന്നതാണ്. കുട്ടികൾ എന്നതിന് പ്രായവ്യത്യാസം പഴയ നിയമങ്ങളിൽ ഒരു പ്രധാന ഘടകമായിരുന്നു. എന്നാൽ പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ഏതു പ്രായത്തിലുള്ളവരെയും ചൈൽഡ് എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമത്തിന് പിഴയും ജീവപര്യന്തമോ വധശിക്ഷയോ ആയിരുന്നെങ്കിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാതെ ജീവപര്യന്തമാണ് നൽകിയിരുന്നത്. അത് ഇനി മുതൽ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്ക് മേൽ നടക്കുന്ന അതിക്രമത്തിനും പിഴയും ജീവപര്യന്തമോ വധശിക്ഷയോ ആക്കി മാറ്റിയിരിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, ലൈംഗിക അതിക്രമങ്ങൾ എന്ന പേരിൽ എപ്പോഴും ഇര സ്ത്രീ എന്ന നിലയിലായിരുന്നു പഴയ നിയമം വിഭാവനം ചെയ്തിരുന്നത്. അത് പുതിയ നിയമത്തിൽ സ്ത്രീ എന്നത് മാറ്റി ഏതൊരാളും എന്നാക്കി മാറ്റിയിരിക്കുന്നു. അതായത് പുതിയ നിയമപ്രകാരം പുരുഷൻ നേരിടുന്ന അതിക്രമത്തിനും സ്ത്രീകൾക്ക് ലഭിക്കുന്ന അതേ പരിരക്ഷ ഇനി മുതൽ ലഭിക്കും. ബലാത്സംഗമല്ലാതെ പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന ലൈംഗിക ബന്ധവും വിവാഹ വാഗ്ദാനം നൽകിയതിന് ശേഷമുള്ള ചതിയാണെങ്കിൽ അത് പുതിയ നിയമപ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാക്കിയിരിക്കുന്നു. അതുകൂടാതെ കുട്ടികൾക്ക് ശിക്ഷ കുറവായതുകൊണ്ട് കുട്ടികളെ ഉപയോഗിച്ച് പലരും കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു. ഇനി അങ്ങനെ കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ശിക്ഷ ലഭിക്കുന്ന വിധത്തിൽ നിയമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. 5 അതിലധികം ആളുകൾ ചെയ്യുന്ന ആൾക്കൂട്ട കൊലയ്ക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ പുതിയ നിയമം ഉറപ്പു നൽകുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതായത് അശ്രദ്ധയോടെ വാഹനമോടിച്ചോ മറ്റോ ഒരാൾക്ക് മരണം സംഭവിച്ചാൽ 2 വർഷമായിരുന്ന തടവ് ശിക്ഷ 5 വർഷമാക്കി ഉയർത്തിയിരിക്കുന്നു. അതിൽ തന്നെ മെഡിക്കൽ സർജറിയൊക്കെ ആണെങ്കിൽ അത് 2 വർഷമാക്കി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കി ഒരാളുടെ ജീവനെടുത്ത ശേഷം പോലീസിനെ അറിയിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ തടവ് ശിക്ഷ 5 നിന്ന് 10 വർഷം വരെയാക്കി ഈ പുതിയ നിയമം ഉയർത്തിയിരിക്കുന്നു. ടെററിസ്റ്റ് ആക്ട് എന്നതിന് കൃത്യമായ നിർവചനം ഈ പുതിയ നിയമം നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ 5 വർഷവും കൂടിയ ശിക്ഷ വധശിക്ഷ വരെയും ആക്കിയിരിക്കുന്നു. പുതിയ നിയമപ്രകാരം ബോംബ് മുതൽ സ്വർണ്ണക്കടത്തും കള്ളനോട്ട് വരെയും ടെററിസ്റ്റിൻ്റെ ആക്ടിൽ വരും. കള്ളനോട്ടും കള്ളക്കടത്തും പോലും രാജ്യത്തിനെതിരായി പ്രയോഗിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യമായി കണ്ട് അവരെ പൂട്ടാൻ ഇനി പുതിയ നിയമത്തിലൂടെ പോലീസിന് വളരെ എളുപ്പം കഴിയും. കൂടാതെ UAPA പോലെയുള്ള നിയമങ്ങൾ മുൻപ് കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒരാൾക്ക് മേലെ ചുമത്താൻ കഴിയുമായിരുന്നു എന്നത് ഇനി പോലീസിന്, അതായത് SP റാങ്കിലോ അതിനു മേലെയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ചുമത്താൻ കഴിയുന്ന തരത്തിലേക്ക് പുതിയ നിയമം മാറ്റി എഴുതിയിരിക്കുന്നു. അത് വരും കാലത്ത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുണ്ടാക്കാൻ പോകുന്ന ഒരു ഭേദഗതിയായിരിക്കും. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വിധം പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡിൽ ചുമത്തിയിരുന്ന 153B പുതിയ നിയമപ്രകാരം സെക്ഷൻ 197 മാറുകയും അതിലേക്ക് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പോലും ഫേക്ക് ന്യൂസുകൾ ചമയ്ക്കുന്നത് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇനി സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് ചെയ്യുമ്പോൾ പോലും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെ നടത്തുന്ന പരാമർശങ്ങൾ വലിയ കുറ്റകൃത്യമായി മാറും. അതും വരും കാലത്ത് മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു നിയമ ഭേദഗതിയായിരിക്കും. ഇനി സാധാരണക്കാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചാൽ, ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനെ ഒരു പരാതിയുമായി സമീപിക്കുമ്പോൾ അതാത് പരിധിയിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന നിലവിലെ നിയമം മാറ്റി രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ 0 FIR എന്ന സംവിധാനം പുതിയ നിയമം മുന്നോട്ട് വെക്കുന്നു. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസിൻ്റെ പരിധിയിൽപ്പെടുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റേണ്ടത്
പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്തതായുള്ള മാറ്റം, പരാതി തന്നെ നേരിട്ട് നൽകണമെന്ന നിർബന്ധം ഒഴിവാക്കി ഇലക്ട്രോണിക് മാധ്യമം വഴി മെയിലായോ വാട്സാപ്പായോ പോലും ഇനി പരാതി നൽകാം. ഒരു വ്യക്തി നൽകുന്ന പരാതിയിൽ നേരിട്ട് ഒരു കുറ്റത്തെക്കുറിച്ചും കുറ്റം ചെയ്ത വ്യക്തിയെക്കുറിച്ചും പരാമർശം ചെയ്യും വിധം കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ FIR ഇടും മുമ്പ് പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന ലളിതകുമാരി കേസിൻ്റെ കൂടി നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നിയമത്തിൽ 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെങ്കിൽ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അപ്രൂവൽ പ്രകാരം 14 ദിവസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി FIR രജിസ്റ്റർ ചെയ്യണമോ എന്നുള്ള തീരുമാനം എടുക്കണമെന്നും ഭാരതീയ ന്യായ സംഹിത പറയുന്നു. അതുകൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന നിയമം നിലവിലുണ്ടല്ലോ. അപ്പോഴും ആ ജൂറിസ്ഡിക്ഷൻ്റെ പരിധിയിലുള്ള മജിസ്ട്രേറ്റ് വേണമെന്ന നിർബന്ധം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി ഏതെങ്കിലും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് ആ നിയമത്തെ മാറ്റിയിരിക്കുന്നു. പ്രതിക്കും വാദിക്കും FIRൻ്റെയും കേസിൻ്റെ മറ്റ് ഡോക്യുമെൻറ്റുകളുടെയും കോപ്പി സൗജന്യമായി നൽകിയിരിക്കണം എന്നുള്ള സുതാര്യമായ വ്യവസ്ഥ പുതിയ നിയമം ഉറപ്പുവരുത്തുന്നു. ഇനി നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള കേസുമായി ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ അത് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിലേക്ക് അവരെ പറഞ്ഞുവിടുകയാണ് നിലവിലെ രീതി. എന്നാൽ പുതിയ നിയമപ്രകാരം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതികളുടെ ഡെയിലി റിപ്പോർട്ട് ഡയറി ഓരോ 14 ദിവസം കൂടുന്തോറും അതാത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നൽകിയിരിക്കണം. അതായത് സാധാരണക്കാരുടെ പരാതികൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകരുത് എന്നർത്ഥം. എന്നാൽ പബ്ലിക് സർവൻറ്റിനെതിരെ നൽകിയ പരാതി പോലീസ് എടുക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ കോടതിയിൽ പരാതിയുമായി പോയാൽ ആ ഉദ്യോഗസ്ഥൻ്റെ മേലധികാരിയുടെ റിപ്പോർട്ടും ആരിലാണോ കുറ്റം ആരോപിക്കപ്പെടുന്നത് അയാളെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ FIR രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശം പോലീസിന് നൽകാൻ പാടുള്ളൂ. പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമെന്നത് 7 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ചുമത്തേണ്ട കുറ്റകൃത്യങ്ങൾക്ക് ഫോറൻസിക് പരിശോധന നിർബന്ധമാണ് എന്നുള്ളതാണ്. പോലീസ് ഓഫീസർ സംഭവസ്ഥലം സന്ദർശിച്ചിരിക്കണം. ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്ന മുഴുവൻ നടപടികളും വീഡിയോഗ്രാഫി ചെയ്തിരിക്കണം. ഫോറൻസിക് പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നോ അടുത്തുള്ള ജില്ലയിൽ നിന്ന് പോലുമോ സംഘടിപ്പിച്ചായാലും ഫോറൻസിക് പരിശോധന നിർബന്ധമാണ്. മറ്റൊന്ന്, പോലീസ് നടത്തുന്ന റെയ്ഡുകൾ കുറഞ്ഞപക്ഷം മൊബൈൽ ഫോണിലെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കണമെന്ന് മാത്രമല്ല 24 മണിക്കൂറിനുള്ളിൽ അതാത് പരിധിയിലുള്ള മജിസ്ട്രേറ്റിന് ആ വീഡിയോ നൽകിയിരിക്കുകയും വേണം. മജിസ്ട്രേറ്റിൽ നിന്ന് റെയ്ഡ് ചെയ്യപ്പെട്ട ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ഫ്രീ ആയി ആ വീഡിയോ നൽകാനും ഈ പുതിയ നിയമം നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. മറ്റൊരു കാര്യം, ഒരു കേസിൽ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകളെ വിളിപ്പിക്കാൻ കഴിയുന്നത് 15നും 60നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെ മാത്രമാണ്. അല്ലാതെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയോ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെയോ സ്ത്രീകളെയോ മാനസിക അസ്വാസ്ഥ്യമുള്ളവരെയോ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ പാടില്ല. അവരുടെ അടുത്തേക്ക് പോയി മൊഴിയെടുക്കണം. അവർ സ്വമനസാലെ വരാൻ തയ്യാറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി നൽകാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മേലെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുമ്പോൾ കഴിയുമെങ്കിൽ ഒരു വനിതാ മജിസ്ട്രേറ്റിനെ തന്നെ ചുമതലപ്പെടുത്തണം. അത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഒരു സ്ത്രീ ഓഫീസറുടെ സാന്നിധ്യം മൊഴിയെടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. മാത്രമല്ല മൊഴിയെടുക്കുന്നത് പൂർണ്ണമായി വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയും വേണം. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്നൊരു പദവി മുൻപ് സംസ്ഥാനത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി എല്ലാ ജില്ലയിലും അങ്ങനൊരു പദവി ഉണ്ടായിരിക്കണം. സംസ്ഥാന ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് കുറഞ്ഞത് 15 വർഷത്തെ അഡ്വക്കേറ്റ് പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. ഓരോ സ്റ്റേഷനിലും അറസ്റ്റിലായ ആളുകളുടെ വിവരങ്ങൾ ഏകോപിപ്പിച്ച് അറിയിക്കാൻ മാത്രമായി അഡീഷണൽ SIയുടെ ചുമതലയുള്ള ഒരു ഓഫീസർ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരിക്കണം. മുൻപ് SI റാങ്കിലുള്ള ഓഫീസർക്ക് മാത്രമായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെടാനുള്ള അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും അത് ആവശ്യപ്പെടാമെന്ന രീതിയിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നു. മെഡിക്കൽ ഓഫീസർക്ക് സംശയ നിവാരണത്തിനായി ഒരു തവണ കൂടി അനുമതി ഇല്ലാതെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള അധികാരവും ഈ നിയമം നൽകുന്നു. സമൻസിനും ഇനി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ സ്വീകരിക്കാം. കോടതി വിളിക്കുമ്പോൾ ഹാജരാകാൻ കഴിയില്ല എങ്കിൽ ഓൺലൈനായി വ്യവഹാരത്തിൽ പങ്കെടുക്കാം. അതുവഴി കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പലരുടെയും തന്ത്രം ഒഴിവാക്കാനും നിയമ നടപടികൾക്ക് വേഗത ലഭിക്കുകയും ചെയ്യും. ഇനി പ്രതിക്ക് പോലും സുരക്ഷാ കാരണങ്ങളാൽ കോടതിയിലെത്തിക്കാൻ പോലീസിന് കഴിയില്ലെങ്കിൽ ഓൺലൈനായി കോടതി വ്യവഹാരത്തിന് ഈ നിയമം അനുവാദം നൽകുന്നു. മറ്റൊരു പ്രധാന കാര്യം, 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് 60 ദിവസവും അതിനുമേൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് 90 ദിവസവുമാണ് നിലവിൽ കസ്റ്റഡി അനുവാദം നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യ 15 ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിക്ക് അനുവാദമുള്ളത്. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയാണ് നിലവിലുള്ള നിയമത്തിലുള്ളത്. എന്നാൽ 60 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ 40 ദിവസത്തിൽ 2, 3, 4 തവണയായി പോലും 15 ദിവസം പോലീസ് കസ്റ്റഡി ലഭിക്കും വിധം നിയമം മാറ്റിയിരിക്കുന്നു. 90 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരാളെ ആദ്യത്തെ 60 ദിവസത്തിൽ പലപ്പോഴായി പോലീസിന് 15 ദിവസ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം. അതായത് ആദ്യത്തെ 15 ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യൽ തീർക്കണമെന്ന സമ്മർദ്ദം ഇനി പോലീസിന് മേലില്ല എന്നർത്ഥം. മാത്രമല്ല ആദ്യ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് പിന്നീടും പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ തുടരാമെന്നത് കുറച്ചുകൂടി റിസൾട്ട് ഓറിയൻറ്റഡും നീതിയുക്തവുമായ നടപടികൾക്ക് പോലീസിനെ സഹായിക്കും.
ഇതുകൂടാതെ പോലീസിന് 90 ദിവസം വരെ പ്രതിയെ കോടതിയുടെ അനുവാദത്തോടെ തുടർച്ചയായി കസ്റ്റഡിയിൽ വെക്കാൻ കഴിയുമെന്നും ചിലർ ഈ നിയമത്തെ വിവക്ഷിക്കുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ അതും വരും കാലങ്ങളിൽ വലിയ ചർച്ചാ കോലാഹലങ്ങൾക്ക് വഴിവെക്കും. നേരത്തെ കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമ കേസുകൾക്ക് മാത്രമായിരുന്നു മുൻകൂർ ജാമ്യമില്ല എന്ന നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ പോക്സോ കേസും ക്രൂരമായ പീഡനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിലും സ്ത്രീ എന്ന് മാത്രം രേഖപ്പെടുത്താതെ ഏതൊരാളെയും ഇരയായി വിഭാവനം ചെയ്തിരിക്കുന്നത് വിപ്ലവകരമായ ഒരു തീരുമാനമായി കണക്കാക്കാം. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം, നിലവിലുണ്ടായിരുന്ന നിയമം മാറിയതുകൊണ്ട് തന്നെ പുതിയ നിയമങ്ങൾ അതിൻ്റെ നമ്പറൊക്കെ എല്ലാ വക്കീലന്മാരും പോലീസ് ഓഫീസർമാരും കോടതി ജഡ്ജിമാരും ഇനിയും പഠിക്കേണ്ടതുണ്ട്. CRPC IPC എന്നൊക്കെ കാണാതെ പഠിച്ച് പാടിയിരുന്ന പലരും ഇനി കുറച്ച് വിയർക്കും. ഇതുകൂടാതെ നിരവധി നിയമ ഭേദഗതികൾ നിലവിലുള്ള നിയമത്തിൽ നിന്ന് പുതിയ ഭാരതീയ ന്യായ സംഹിത മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ പോലീസ് സംവിധാനത്തിൽ പുതിയ ധാരാളം ഓഫീസർമാരെ നിയമിക്കേണ്ടതുണ്ട്. ഫോറൻസിക്, വീഡിയോഗ്രാഫി പോലുള്ള പല സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതൊക്കെ പൂർണ്ണമായി കേന്ദ്ര സംസ്ഥാന ഭരണകൂടം പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും ഒരുക്കിയിട്ടുണ്ടോ, അതിനുവേണ്ട സാങ്കേതിക പരിജ്ഞാനവും ട്രെയിനിങ്ങും അതിനുള്ള മാൻ പവറും നൽകിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. ഇല്ല എങ്കിൽ ഈ നിയമങ്ങളൊക്കെ വെറും പേപ്പറുകളിൽ അവസാനിച്ചു പോകും. പൗരന്മാരുടെ ജീവിതം പഴയതുപോലെ ദുരിതപൂർണമായി തുടരുകയും ചെയ്യും. പൂർണ്ണമായി ഈ നിയമ ഭേദഗതി മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള വെബ്സൈറ്റിൽ 3 PDF ഡോക്യുമെൻ്റായി ഏതാണ്ട് 400ഓളം പേജുകൾ നൽകിയിട്ടുണ്ട്. സമയം പോലെ ഓരോ ഭാരതീയനും ഇത് ഡൗൺലോഡ് ചെയ്തു വെച്ച് വായിച്ചു പഠിച്ചിരിക്കണം. കാരണം ഇതൊക്കെ പോലീസുകാരും വക്കീലന്മാരും ജഡ്ജിമാരും മാത്രമല്ല, നമ്മൾ സാധാരണക്കാരായ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്.